ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ മെയിൻ അട്രാക്ഷൻസ് ആണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്നാൽ തന്നെ വെനീസ് ഓഫ് ദ നോർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ സിറ്റികളിലൊന്നാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. അതേപോലെ തന്നെ ഇവിടുത്തെ മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ്. അതാണ് ഹെർമിറ്റേജ് മ്യൂസിയം. അതേപോലെ തന്നെ വിൻ്റർ പാലസും. ഇത് നേവ റിവറിനോട് ചേർന്നിരിക്കുന്നതാണ് വിൻ്റർ പാലസ്. ഈ വിൻ്റർ പാലസിലെ ആർട്ട് ഗാലറിയും അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ പുരാവസ്തുക്കളും എല്ലാം അടങ്ങിയ വിൻ്റർ പാലസ് ഫുള്ളായിട്ട് കണ്ടു തീർക്കണമെങ്കിൽ 1 വർഷം വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അടുത്തൊരു മെയിൻ അട്രാക്ഷനാണ് കസാൻ കത്തീഡ്രൽ. ഇത് പോൾ ഒന്നാമനാണ് നിർമ്മിച്ചത്. 18ാം സെഞ്ചുറിയിലാണ് ഇത് നിർമ്മിച്ചത്. ഇത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിന് തന്നെ ബെസിലിക്ക ഇൻ റോം എന്നറിയപ്പെടുന്നതാണ്. ഇതിന് 71 മീറ്റർ ഉയരമുണ്ട്. ഈ ഒരു പ്ലേസ് അറിയപ്പെടുന്നത് നവിൻസ്കി പ്രാസ്പിറ്റ് അല്ലെങ്കിൽ കസാൻസ്കിയ സ്ക്വയർ എന്നാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങളിത് നിർബന്ധമായും കാണുക. അടുത്തായിട്ടുള്ളത് ചർച്ച് ഓഫ് സവിയർ ഓൺ സ്പിൽഡ് ബ്ലഡ്. ഇത് വളരെ പുരാതനമായ ഒരു ചർച്ചാണ്. ഇത് അലക്സാണ്ടർ II ആണ് നിർമ്മിച്ചത്. ഇതിൻ്റെ കളറ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ മൾട്ടി കളർ ആയിട്ടുള്ള ഒനിയൻ ഡോമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ മൊസൈക്കുകളിൽ ഉള്ള ഇൻറ്റീരിയറാണ് ഈ ഒരു ചർച്ചിനുള്ളത്. ഇത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ വിസിറ്റ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ്. അതാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് വിൻ്റർ സീസണാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു വഴിയൊക്കെ കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ പീറ്റർകോഫ് പാലസ്. റഷ്യയുടെ തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്ലേസാണ് പീറ്റർകോഫ് പാലസ് എന്ന് പറയുന്നത്. ഈ പീറ്റർകോഫ് പാലസിൽ ഞാൻ സമ്മർ സമയത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് വിൻ്റർ സമയത്ത് വരുന്നത്. വിൻ്റർ സമയത്ത് ഇതിൻ്റെ ഫൗണ്ടൻസ് എല്ലാം ഓഫാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫൗണ്ടൻസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു സിംഗിൾ എൻജിനീയറിങ്ങിലാണ് ഇതിൻ്റെ 150-ന് മുകളിലുള്ള എല്ലാ ഫൗണ്ടൻസും വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്നത്തെ കാലത്ത് അത് നിർമ്മിച്ചു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അതേപോലെ തന്നെ ഇത് ബാൾട്ടിക് സീയുടെ തീരത്താണ്. അതായത് ബാൾട്ടിക് സീ വരെ നീണ്ടു കിടക്കുന്നതാണ് പീറ്റർകോഫ് പാലസ് എന്ന് പറയുന്നത്. ഇതാണ് അങ്ങോട്ടുള്ള റൂട്ട്. നിങ്ങൾ മസ്റ്റായിട്ടും അവിടെ വരെ പോയി കാണുക. അപ്പം നമുക്ക് ഫ്രീസായിട്ട് കിടക്കുന്ന കടൽ ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അത് വിൻ്റർ സമയത്താണ്. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ വിൻ്റർ സമയത്ത് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യാതെ കാണുക. കാരണം അധികം സ്ഥലങ്ങളിലൊന്നും നമുക്ക് പോയിട്ട് ഇങ്ങനെ ഫ്രീസായിട്ട് കിടക്കുന്ന കടൽ കാണാൻ സാധിക്കുകയില്ല. ഇവിടെ വരുമ്പോൾ നിങ്ങൾ അതും കാണുക. നല്ല തണുപ്പാണ്, പക്ഷെ മനോഹരമായൊരു കാഴ്ച തന്നെയാണിത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കാതറിൻ പാലസാണ്. പുഷ്കിൻ എന്ന സ്ഥലത്താണ്, പുഷ്കിൻ എന്ന പ്ലേസിലാണ് കാതറിൻ പാലസ് സ്ഥിതി ചെയ്യുന്നത്. അതും അത്യാഡംബരത്തിൻ്റെ ഒരു റഷ്യൻ കാഴ്ചയാണ് ഈ ഒരു കാതറിൻ പാലസ് എന്ന് പറയുന്നത്. അതും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. വിൻ്ററിലെ ആ ഒരു ബ്യൂട്ടിയും സമ്മറിലെ ആ ഒരു ബ്യൂട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച്, അതായത് വിൻ്ററും സമ്മറും ഒക്കെ എനിക്കിവിടെ വന്ന് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അപ്പം ഈ ഒരു കാതറിൻ പാലസ് എന്ന് പറഞ്ഞാൽ ആഡംബരത്തിൻ്റെ ഒരു പാലസാണ്. കാതറിൻ രാജ്ഞിക്ക് വേണ്ടി പണി കഴിപ്പിച്ചേക്കുന്ന ഈ ഒരു പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും അതിമനോഹരമാണ്. ഇതിന് വേണ്ടിയിട്ട് തന്നെ കാതറിൻ പാലസ് തന്നെയായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ അട്രാക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം സെപ്പറേറ്റ് വീഡിയോകളായിട്ട് ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. റഷ്യൻ ഹിസ്റ്ററി മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിലാക്കുക. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് വേൾഡ് വാറിന് സമയത്ത് 1000 ദിവസത്തോളം ജർമ്മൻ നാസികളുടെ കയ്യിലായിരുന്നു സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് മുഴുവനും അവർ വീണ്ടും റീകൺസ്ട്രക്ഷൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കണം, എത്ര മനോഹരമായിട്ടാണ് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടും അവരിത് നിർമ്മിച്ചെടുത്തിരിക്കുന്നതെന്ന്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല പ്രൗഡ് ഫീൽ തോന്നും. അടുത്തൊരു മെയിൻ അട്രാക്ഷനാണ് സെൻറ്റ് ഐസക് കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഇതും വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളും ഒക്കെ അത്രയും മനോഹരമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കാണാൻ ശ്രമിക്കുക. ഞാൻ ജസ്റ്റ് ഓടിച്ച് പറയുന്നതേ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത്. ഇവിടെ വരുമ്പോൾ ഉള്ള മെയിൻ അട്രാക്ഷൻസ്. അപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വരുന്ന എല്ലാവരും ഇതെല്ലാം കണ്ടു മടങ്ങുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.